പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? സ്വീഡനിലാണുള്ളതെന്ന് ബ്രദർ പറഞ്ഞിരുന്നല്ലോ എന്ന് വിചാരിക്കുകയാണോ? അതുതന്നെയാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള സ്വീഡൻ എന്ന സ്ഥലം. അതിലെ ഒരു മലമ്പ്രദേശം, കടലിനോട് ചേർന്നുള്ള മലനിരകള്, പുറകിൽ വലിയൊരു കടല് കാണുന്നില്ലേ? ഈ കടല്, ഇത് പസഫിക് ഓഷൻ എന്ന് കേട്ടിട്ടില്ലേ? പസഫിക് മഹാസമുദ്രം, അതിന്റെ വടക്ക് ഭാഗമാണിത്. അതിനാൽ ഇത് നോർത്ത് സീ, വടക്ക് കടൽ എന്നറിയപ്പെടുന്നു. അതായത് വടക്ക് ഭാഗത്തുള്ള കടൽ എന്ന് ഇതിനെ വിളിക്കുന്നു. എപ്പോഴും തണുത്ത കാറ്റടിക്കും, ഭയങ്കര തണുപ്പാണ്. വളരെ മനോഹരമായൊരു നാടാണിത്, വളരെ മനോരമ്യമായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടി എത്ര അത്ഭുതകരമാണ്! അത് കാണും തോറും ഒരു വലിയ സന്തോഷം. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ മനസ്സിൽ ഒരു വലിയ വിശ്വാസവും സന്തോഷവും ഉണ്ടാവുന്നു. ശരി, ഇന്ന് ദൈവം തരുന്ന വാക്ക് എന്തായിരിക്കും എന്ന് ചിന്തിക്കുകയാണോ? അതായത് 119 സങ്കീർത്തനം 165 വാക്യം. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഒരു ഭക്തൻ പറയുന്നു, അങ്ങയുടെ ന്യായപ്രമാണത്തെ, ഈ ബൈബിളിനെ, യഹോവയുടെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ടാകും. സാധാരണ സമാധാനം വേറെ, പരിപൂർണ സമാധാനം വേറെ, മഹാസമാധാനം വേറെ. ചിലർ പറയും, ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന്. അത് വെറുതെ പറയുന്ന കാര്യമാണ്, വെറുതെ പറയുന്ന വാക്കാണത്, സമാധാനമായിരിക്കുന്നു എന്ന്. ഒരു വശത്ത് സമാധാനമുണ്ടായിരിക്കാം. പരിപൂർണ സമാധാനം എന്നത് എല്ലാ ഭാഗത്തുമുള്ള സമാധാനമാണ്. വീട്ടിൽ സമാധാനം, ജോലിയിൽ സമാധാനം, ബിസിനസ്സിൽ സമാധാനം, സഭയ്ക്കകത്ത് സമാധാനം, എല്ലാ ഭാഗങ്ങളിലും പരിപൂർണ സമാധാനം, ശരീരാരോഗ്യത്തിൽ സമാധാനം, വരുമാനത്തിൽ സമാധാനം, എല്ലാത്തിലും പരിപൂർണ സമാധാനം. അതായത് ഇതിൽ മഹാസമാധാനം. യഹോവയുടെ ന്യായപ്രമാണം വായിക്കുന്നവർക്ക് മഹാസമാധാനം എന്നാൽ വളരെ സന്തോഷമുണ്ടാകും, മഹത്തായ ഒരു സന്തോഷം. അതെപ്പോഴാണ് ഉണ്ടാവുക എന്നറിയാമോ? കർത്താവിന്റെ വേദവചനം. ഇത് വളരെ മധുരമുള്ളതാണ്. ഇത് വായിച്ചുകൊണ്ടേയിരുന്നാൽ, ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ എത്ര വലിയ സന്തോഷവും സമാധാനവും മനസ്സിലുണ്ടാകും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ കാര്യം. അവർ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും യേശുവിനെ സ്വീകരിച്ചു. അവരുടെ ഭർത്താവിൻ്റെ കുടുംബക്കാര് വളരെ ഒരുപാട് സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് അവർക്ക് ചർച്ചിന് പോവാനാവില്ല, ക്രിസ്ത്യൻ മീറ്റിങ്ങിന് പോവാനാവില്ല, ടിവിയിൽ ക്രിസ്ത്യൻ പ്രോഗ്രാം വന്നാൽ പോലും കാണാനാവില്ല. ഭയങ്കര കോപം വരും. ആ വീട്ടിൽ അവരെ ഒരു അടിമയെപ്പോലെയാണ് വെച്ചിരുന്നത്. അതിനാൽ അവര് യേശുവിനെ ഏറ്റെടുത്തു. അവര് രക്ഷിക്കപ്പെട്ടു. എവിടെയും ചെന്ന് തന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാനാവില്ല. അത്തരമൊരു പരിതസ്ഥിതി. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവരെ കണ്ടു. അവരോട് എങ്ങനെയിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നന്നായിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ അവര് എങ്ങോട്ടും വിടില്ല. ചർച്ചിൽ പോകാൻ വിടില്ല, മീറ്റിങ്ങിന് പോകാൻ വിടില്ല, ടിവിയിലെയും പ്രോഗ്രാം കാണാൻ പറ്റില്ല, ക്രിസ്ത്യൻ പ്രോഗ്രാം ഒന്നും തന്നെ കാണാൻ വിടില്ല. അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അടുത്തൊരു വേദപുസ്തകമുണ്ട്, അത് ഞാൻ എൻ്റെ മുറിക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് കിടന്നുറങ്ങി വിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി വേദപുസ്തകത്തെ എടുത്ത് തനിച്ചിരുന്ന് അത് വായിക്കും. ആ വേദപുസ്തകത്തിലൂടെ യേശു എന്നോട് സംസാരിക്കും മോനെ. അവർ പറഞ്ഞു, മോനെ, യേശു ക്രിസ്തു എന്നോട് സംസാരിക്കും. മറ്റാർക്കും എനിക്ക് ആശ്വാസം പകരാൻ കഴിയില്ല, എവിടെ നിന്നും എനിക്ക് ആശ്വാസം കിട്ടാൻ വഴിയില്ല. ഇത് വേദപുസ്തകമാണ്, ഇതിൽ നിന്നും യേശു എന്നോട് സംസാരിക്കും. വളരെ നന്നായിരിക്കും. അതെനിക്ക് രസകരമായ സമയമാണ്. ആ സന്തോഷത്തിലും സമാധാനത്തിലും ഞാൻ വളരെ ഉത്സാഹത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ ഒരടിമയെപ്പോലെ വീട്ടിനകത്ത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും അവരോട് സംസാരിക്കാനാവില്ല, ഒരു സന്ദേശവും കേൾക്കാനാവില്ല. പക്ഷേ ഈ വേദപുസ്തകം മഹാസമാധാനം തരുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അതിനകത്ത് നിന്ന് യേശു സംസാരിക്കും. എനിക്ക് ഇതാണ് മഹത്തായ തുണ എന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കൂ, ധ്യാനിച്ചു നോക്കൂ. വലിയ സന്തോഷം, മഹാസന്തോഷമുണ്ടാകും. അതിനെ സ്നേഹിക്കൂ. സ്നേഹത്തോടെ വായിക്കണം, കടമയ്ക്കായി വായിക്കരുത്. അവരെ കണ്ടോ? വചനം കേൾക്കാൻ ഒരു വഴിയുമില്ല, വേദപുസ്തകം മാത്രമേയുള്ളൂ. അത് വീട്ടിൽ ഒളിച്ചു വെക്കാനേ സാധിക്കൂ. കണ്ടാൽ പുറത്തേക്ക് വലിച്ചെറിയും. അതെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ദൈവം സംസാരിക്കുവാൻ തുടങ്ങും.
എത്ര വലിയ സന്തോഷമാണല്ലേ? ഇതവര് പറഞ്ഞ സ്വന്തം അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം എന്താണ്? ഈ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് മഹത്തായ സമാധാനമുണ്ട്. അത് വായിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ വേദപുസ്തകത്തിലെ ദൈവം അതിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും. അതെത്ര സന്തോഷമായിരിക്കും! അതിനാൽ മുട്ടുകുത്തി നിന്ന് ആ വചനം നിങ്ങൾ വായിക്കണം. തനിച്ചിരുന്ന ആ വചനത്തെ വായിക്കാൻ ആരംഭിക്കൂ, ധ്യാനിക്കൂ. അതിമഹത്തായ സന്തോഷമുണ്ടാകും. കർത്താവേ, ഞാൻ അങ്ങയുടെ വേദത്തെ സ്നേഹിക്കുന്നു. ദിവസം തോറും അത് വായിക്കുന്നു, ധ്യാനിക്കുന്നു. അതാണ് എനിക്ക് സമാധാനം. ഇനി ഞാൻ വേദവചനം വായിക്കുന്നതിൽ ഉപേക്ഷ കാണിക്കില്ല, വായിക്കാൻ ഉപേക്ഷ കാണിക്കില്ല. ശ്രദ്ധയോടെ വായിച്ച് നിറഞ്ഞ പരിപൂർണമായ സന്തോഷത്തെ, സമാധാനത്തെ ഞാൻ നേടും കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.